ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ വാർഷിക മൂല്യനിർണ്ണയം 2022-23 വർഷത്തെ കേരള പാഠാവലിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നാളെ കൂട്ടുകാർക്ക് കേരള പാഠാവലിയാണ് എക്സാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഓരോന്നിനും ഒരു സ്കോർ വീതമാണ്. ഓക്കെ. വാർമഴവില്ലാകും നിൻ മാണിക്യമാലയും പൊൻ മിന്നൽ കൊഞ്ചിയും കണ്ടേൻ. മാണിക്യമാല എന്ന പദത്തിൻ്റെ വിഗ്രഹാർത്ഥമാണ് എഴുതേണ്ടത്. മാണിക്യവും മാലയും, മാണിക്യമാകുന്ന മാല, മാണിക്യം കൊണ്ടുള്ള മാല, മാണിക്യം എന്ന മാല. ഇതിലേതാണ് ശരിയായ ഉത്തരം? മാണിക്യം കൊണ്ടുള്ള മാല എന്നുള്ളതാണ്. ഓപ്ഷൻ 3 മാണിക്യം കൊണ്ടുള്ള മാല. താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായി പിരിച്ചെഴുതിയത് ഏത്? ഒറ്റയൊറ്റ, ഒറ്റ ഒറ്റ, ജനശൂന്യമായ, ജനശൂന്യം മായ, ശാന്തനായി, ശാന്ത ആയി, വിറക്കുന്നതായി, വിറക്കുന്ന ആയി. ഇതിലേതാണ് ശരിയായ ഉത്തരം? ഒറ്റ ഒറ്റ എന്നെഴുതിയതാണ്. ഓക്കെ. ഇനി 3 വശ്യമാം ശൈലിയിൽ നിന്നൻ ജയിപ്പൊരു വശ്യമനോഹര ഭാഷയുണ്ടോ? മാണിക്യ വീണയിലേതാണ്. ഈ വരികളിൽ സൂചിപ്പിക്കുന്ന ആശയമാണ് നമ്മൾ എഴുതേണ്ടത്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭാഷ മലയാളമാണ്. മലയാളത്തേക്കാൾ മികച്ച ഭാഷ വേറെയുണ്ട്. മാതൃഭാഷയുടെ മനോഹാരിതയെക്കുറിച്ച് കവിക്ക് ഉറപ്പില്ല. മലയാളത്തെ ജയിക്കുന്നത് വിശ്വമനോഹര ഭാഷയാണ്. ഇതിലേതാണ്? ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭാഷ മലയാളമാണ് എന്നാണ് അതിൽ നിന്നും വരുന്ന ആശയം എന്ന് പറയുന്നത്. 4 ഉമ്മ വിളമ്പിയ ചോറിന് മുമ്പിൽ ഞാൻ ചുമ്മാ മുഖം കറുപ്പിച്ചിരുന്നു. വേദം എന്നതിലെയാണ്. അടിവരയിട്ട പ്രയോഗത്തിൻ്റെ കാവ്യ സന്ദർഭത്തിലെ അർത്ഥമാണ് എഴുതേണ്ടത്. ഏതാണ് അടിവരയിട്ടത്? മുഖം കറുപ്പിച്ചിരുന്നു എന്നത്. മുഖം മറച്ചിരുന്നു, മുഖത്ത് ക്ഷീണമുണ്ടായിരുന്നു, കോപം ഭാവിച്ചിരുന്നു, ചോറ് കിട്ടാത്തതിലുള്ള സങ്കടം. അവിടെ മുഖം കറുപ്പിച്ചിരുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോപം ഭാവിച്ചിരുന്നു എന്നാണ്. ഓക്കെ. 5ാമത്തെ ചോദ്യം നോക്കൂ. പാർത്തിരിയാതെ പറന്നു പോമിക്കാറ്റെന്തുൾ കാപ്പിൽ ലോർത്തൊരു തുരമ്പിനുള്ളിൽ ഒളിച്ചൊരന്യോന്യം കോർത്തു കൈകൾ പിടിച്ചതും സാന്ദ്ര സൗഹൃദത്തിലെയാണ്. ഈ കാവ്യ സന്ദർഭത്തിന് ഏറ്റവും യോജിക്കുന്ന പഴഞ്ചൊല്ല് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള പഴഞ്ചൊല്ലുകളൊന്ന് നോക്കൂ. ഒരു കലം ചോറിന് ഒരു വറ്റ്, ഒരു ഉറക്കം കൊണ്ട് നേരം വെളുക്കുകയില്ല, ഒരു പടി അടച്ചാൽ 9 പടി തുറക്കും, ഒന്നിച്ചു നിന്നാൽ മലക്കു സമം. ഏതാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്? ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഒന്നിച്ചു നിന്നാൽ മലക്കു സമം എന്നാണ്. ഓക്കെ. ഇനി 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളിൽ 2 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക. 2 മാർക്ക് വീതമാണ്. 6ാമത്തേത് അടുക്കള മാത്രം ഭൂലോകമാക്കി കഴിയുന്ന അന്നത്തെ ഗൃഹനായികന്മാർ മിക്ക ദിവസങ്ങളിലും ഒഴിഞ്ഞ വയറുകളോടെയാണ് ഉറക്കത്തിലേക്ക് ചായുന്നത്. വഴിയാത്രയിലെ വരികളാണ്. ഈ വാക്യത്തിൽ തെളിയുന്ന അക്കാലത്തെ സാമൂഹികാവസ്ഥ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? അന്നത്തെ സാമൂഹിക അവസ്ഥ അല്ലേ, കുടുംബത്തിലെ നായകന്മാരുടെ ദയനീയ അവസ്ഥയും നാട്ടുതനിമകളുമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്തൊക്കെ എഴുതാം? നാട്ടുതനിമകൾ, കുടുംബത്തിലെ ഗൃഹനായകന്മാരുടെ അല്ലെങ്കിൽ കുടുംബത്തിലെ സ്ത്രീകളുടെ അന്നത്തെ സാമൂഹിക അവസ്ഥയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി 7ാമത്തേത് അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മേഘങ്ങളുടെ വരവും പോക്കും മനുഷ്യബോധത്തിന് അജ്ഞാതമാണെന്ന ചിന്ത ബൈബിളിലുണ്ട്. ഇത് ഒരൊറ്റ വാക്യത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഇത് 2 ആയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. വളരെ സിമ്പിളാണ്. മേഘങ്ങളുടെ വരവും പോക്കും മനുഷ്യബോധത്തിന് അജ്ഞാതമാണ്. ഓക്കെ. എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഈ ചിന്ത ബൈബിളിലുണ്ട്. ഇപ്പോൾ 2 എണ്ണാക്കി എഴുതിയില്ലേ? വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണല്ലേ. ഇനി 8ാമത്തേത് സുപ്രഭാതത്തിങ്കലെ ഗോകുല ഗാനങ്ങളിൽ കേൾപ്പു ഞാൻ നിൻ താരാട്ടിൻ തേനൊലി സംഗീതങ്ങൾ കവിതയോട് എന്നതിലെ വരികളാണ്. ഗോകുല ഗാനങ്ങൾ എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികളിലൂടെ കണ്ടെത്തിയിട്ടുള്ളത്? എന്തൊക്കെയാണ് നമുക്കറിയാം. പ്രകൃതി മാതാവിൻ്റെ താരാട്ട് പാട്ടിലെ തേനൊലി സംഗീതമായിട്ടാണ് ഇവിടെ പ്രകൃതിയിലെ കുയിലിൻ്റെ പാട്ട് തോന്നിയെന്ന് പറയുന്നത്. എന്താണ്? പ്രകൃതി മാതാവിൻ്റെ താരാട്ട് പാട്ടിലെ തേനൊലി സംഗീതം പോലെയാണെന്നാണ് ഇതിലൂടെ പറയുന്നത്. അതുപോലെയാണ് കുയിലിൻ്റെ പാട്ട് എന്നാണ് പറയുന്നത്. ഇനി 9 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ 5 എണ്ണത്തിനാണ് ഉത്തരം. അരപ്പുറം കഴിയാതെയാണ് ഉത്തരം എഴുതേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ 9ാമത്തെ ചോദ്യം, നിങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരുപോലെ ആകുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തുഷ്ടനാണ് എന്ന് പറയുന്നത്. അഹിംസ ഭീരുവിൻ്റെ ആയുധമല്ല, ധീരൻ്റേതാണ്, ഗാന്ധിജിയുടേതാണ്. ഗാന്ധിജിയുടെ ഈ നിരീക്ഷണങ്ങളും എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ ആശയങ്ങളും
വിശകലനം ചെയ്ത് ഗാന്ധിജി ലോകത്തിൻ്റെ വഴികാട്ടി എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഗാന്ധിജി പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒരേപോലെ ആകുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തുഷ്ടനാകുന്നത് എന്നാണ് ആദ്യം പറയുന്നത്, അല്ലേ? ശരിക്കും ശരിയാണ്. നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ ചിന്തകളും അതുപോലെ തന്നെ നമ്മുടെ സന്തുഷ്ടതയും. നമ്മൾ ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ സന്തോഷമുണ്ടാകുമ്പോൾ മാത്രമേ അവിടെ സന്തോഷവും സന്തോഷകരമായ ഒരു ജീവിതവും നമുക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണോ പ്രവർത്തിക്കുന്നത് അതിൻ്റെ അടുത്ത ഫലമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നതും. ഓക്കെ, അതുപോലെ തന്നെ ഗാന്ധിജിയെക്കുറിച്ച് രചിക്കപ്പെട്ടിട്ടുള്ള കവിതകളിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന കവിതയാണ് എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത്, അല്ലേ? ഗാന്ധിജിക്ക് ലോകം മുഴുവൻ സ്വന്തം തറവാടാണ്. ചെടികളും പുല്ലുകളും പുഴുക്കളുമെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വന്തം കുടുംബക്കാരാണ്. ത്യാഗമാണ് ത്യജിക്കുന്നതാണ് അദ്ദേഹം നേട്ടമായി കാണുന്നത്. ആയുധമില്ലാതെ ധർമ്മയുദ്ധം നടത്തുന്നവരാണ് ഗാന്ധിജി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുസ്തകങ്ങളില്ലാത്ത അറിവ് പകരുന്നവരും ഔഷധമില്ലാതെ രോഗം ശമിപ്പിക്കുന്നവരുമാണ് ഏറ്റവും വലിയ ആളുകൾ എന്നാണ് പറയുന്നത്. അഹിംസയാണ് ആ മഹാത്മാവിൻ്റെ വ്രതം. ശാന്തിയാണ് പരദേവത. ക്രിസ്തുദേവൻ്റെ പരിത്യാഗശീലം, ധർമ്മരക്ഷാത്രം കൃഷ്ണ ഭഗവാൻ നടത്തിയിട്ടുള്ള ഉപായങ്ങൾ, ബുദ്ധൻ്റെ അഹിംസ, ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തി, രത്നിദേവൻ്റെ ദയാവായ്പ് എന്നിവയൊക്കെ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും അഹിംസ ഭീരുവല്ല, ആയുധമല്ല, ധീരൻ്റേതാണ് എന്ന് പറയുമ്പോഴും നമുക്കതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്കറിയാം എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത് ഈ പ്രകൃതി മൊത്തം എൻ്റെ ഗുരുനാഥനാണ്, അല്ലാതെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരാളോ മാത്രമല്ല. ആരൊക്കെ നമുക്ക് അറിവ് പകർന്നു വരുന്നുണ്ടോ അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ നമുക്ക് അറിവ് കിട്ടുന്നുണ്ടോ അവരെല്ലാം നമ്മുടെ ഗുരുനാഥന്മാരായിട്ടാണ് ഗാന്ധിജി കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ നിങ്ങൾ എഴുതേണ്ടത്. നമ്മളിവിടെ എഴുതി കാണിക്കുന്നില്ല, കാരണം അര പേജ് എന്ന് പറയുമ്പോൾ കുറേ ഉണ്ട്. അപ്പോൾ കൂട്ടുകാർ എല്ലാം മനസ്സിലാക്കി വെക്കുക, നിങ്ങളുടേതായ ആശയങ്ങൾ എഴുതുക. ഇനി അടുത്ത ചോദ്യം, പൂത്ത ചെമ്പകത്തെ പോൽ നിവർന്നതും കടഞ്ഞെടുത്തതു പോലുണ്ടമ്പാർന്നും ചിരിച്ചും മൂന്ന് കൂട്ടിപ്പൂത്ത വെള്ളില പോലെ നരികത്തവൾ നിന്ന നാളുകൾ ഞാൻ ഓർക്കുന്നു. പെരുന്തച്ചൻ്റേതാണ്. ഇവിടെ നാനിയുടെ സൗന്ദര്യം കവി അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാവുന്ന പാഠഭാഗമാണ്. അവിടെ നാനിയെ കുറിച്ചിട്ട് എന്താണ് അദ്ദേഹം പറയുന്നത്? നാനി എന്ന് പറയുന്നത് കരിഞ്ഞ വെറ്റിലത്തുണ്ടും കൊട്ടപ്പാക്കും ചുണ്ണാമ്പും പുകയില ഞെട്ടും തപ്പിക്കൊണ്ട് ഉമ്മടപ്പടിയിൽ വെടിവെച്ചാൽ പോലും കേൾക്കാത്ത ചെവിയോടെ ഭാര്യ കുനിക്കൂടിയിരിക്കുന്നു. കാലം അവളിലും വാർദ്ധക്യത്തിൻ്റെ അടയാളങ്ങൾ നൽകി. പൂവിട്ട ചെമ്പകത്തെ പോൽ നിവർന്നു കടഞ്ഞെടുത്ത തൂവള്ള പോലെ ശരീരത്തോടു കൂടിയ ഞാനി ചിരിച്ചു മൂന്നും കൂട്ടിപ്പൂത്ത വെള്ളില പോലെ അരികത്ത് നിന്ന് ആ പഴയ കാലം പെരുന്തച്ചൻ ഓർക്കുകയാണ്. ഒന്ന് ഉയരുവാൻ കഴിഞ്ഞെങ്കിൽ നിരങ്ങി വാതിൽ വരെ എത്താമായിരുന്നു, കിഴവിനെ തനിക്ക് താങ്ങാകുമായിരുന്നു എന്ന മകനെ ഓർത്ത് പെരുന്തച്ചൻ വിതുമ്പി. അപ്പോൾ ഇവിടെ പറയുന്നത് നാനിയുടെ ആ ഒരു സൗന്ദര്യത്തെ കുറിച്ചിട്ടാണല്ലേ. അവളെന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? പൂവിട്ട ചെമ്പകത്തെ പോൽ നിവർന്ന് കടഞ്ഞെടുത്ത തൂവള്ള പോലെയുള്ള ശരീരത്തോടു കൂടിയതായിരുന്നു ഞാനി. പക്ഷേ ഇപ്പോൾ അവളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം പരിതാപകരമാണ് എന്നൊക്കെയാണ് ഇതിലൂടെ പെരുന്തച്ചൻ പറയുന്ന കാര്യങ്ങൾ. ഇനി 11 നോക്കൂ. എത്ര നാളമ്മേ നിന്നെ തിരഞ്ഞുകൊണ്ട് ഈ വിധം ഹൃത്തടം കരിഞ്ഞു ഞാൻ കേണലേടു. കവിതയോട് എന്നതിലെയാണ്. കവി പ്രകാരം നിരാശയാൻ വിലപിക്കുന്നത് എന്തുകൊണ്ടാവും? തന്നിരിക്കുന്ന വരികളും കവിതയും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വരികൾ നമുക്ക് മനസ്സിലായി. കവിതയോട് എന്നതിലെ വരികളാണ് തന്നിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഇതിലെ ആശയം നമ്മൾ പഠിച്ച പാഠഭാഗമാണ്. എത്രയായി അവളെ തിരയുന്നു എന്നാണ് കവി പറയുന്നത്, അല്ലേ? എന്നിട്ടും കൃത്തടം കഴിഞ്ഞു ഞാൻ കേണു നിനക്ക് വേണ്ടി ഞാൻ കേണിട്ട് എൻ്റെ ഹൃദയവും ഹൃത്തടവും എല്ലാം കരിഞ്ഞുപോയി എന്നാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ച കവിതയാണ്. അപ്പോൾ കൂട്ടുകാരെ കവിതയൊന്നും നല്ല മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ കവിത മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്കിത് വളരെ വേഗത്തിൽ എഴുതാവുന്നതാണ്. ഇനി അടുത്തത് നോക്കിയാലോ. കേരളത്തു മൊഴിയെന്നു കേട്ടാൽ മതി, കോരിത്തരിപ്പിൻ്റെ കൊയ്ത്തുകാലം, വെള്ളിക്കുന്നത്തിൻ്റെ കവിതയാണ്. അതുപോലെ തന്നെ
ജനിക്കും നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാര്യതൻ പേരിംഗ്ലണ്ടിൽ തന്നെയാക്കി ഞാൻ, കുഞ്ഞുണ്ണിയാണ് പറയുന്നത്. ഇതിൽ രണ്ടും പറയുന്നത് മാതൃഭാഷയോടുള്ള സമീപനമാണ്. ഇത് രണ്ടും താരതമ്യം ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കവി നോക്കൂ, കേരളത്തിൽ മൊഴിയെന്ന് കേട്ടാൽ മതി കോരിത്തെരിപ്പിൻ കൊയ്ത്തുകാലം. എന്താണ് കേരളം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിലൂടെ ഓടുന്നത് ആ ഒരു എന്താ പറയുക, നമ്മൾ ചുവന്ന കലർന്ന രക്തം എന്ന് പറയുന്നത് കേരളത്തിൻ്റെയാണ്. നമ്മൾ അഭിമാനത്തോടെ പറയും അല്ലേ. നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കേരളത്തിൽ നിന്നാണെന്ന്. നമുക്ക് വളരെ അഭിമാനത്തോടെയാണ് നമ്മൾ പറയുന്നത്. കാരണം അത്രത്തോളം നമുക്ക് നമ്മുടെ നാടിനെയും നമ്മുടെ ഭാഷയെയും നമ്മുടെ നാട്ടിലുള്ളവരെയും നമ്മുടെ ആ ഒരു നാടും നമുക്ക് വളരെയധികം ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് വെള്ളിക്കുണ്ണം എന്ന ഈ കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്കിൽ, കുഞ്ഞുണ്ണി മാഷിൻ്റെ ഈ കവിതയിൽ പറയുന്നത് ജനിക്കുന്ന നിമിഷം തൊട്ട് തന്നെ കുട്ടിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോനിലയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഭാരം നീങ്ങുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിൽ തന്നെയാക്കി, അതിനുവേണ്ടി അവർ ജീവിതം തന്നെ ഇംഗ്ലണ്ടിലേക്ക് പറിച്ചു നട്ടു എന്ന രീതിയിലാണ് പറയുന്നത്. കാരണം മലയാള ഭാഷയോടുള്ള ഒരു അവജ്ഞതയാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ രണ്ട് കവിതയിലും രണ്ട് രീതിയിലാണ് മലയാളത്തിനെയും അതുപോലെ തന്നെ മലയാളം അല്ലെങ്കിൽ മാതൃഭാഷയോടുള്ള സമീപനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി നിങ്ങളുടേതായ ഒരു ഒപ്പീനിയനും കൂടെ നിങ്ങൾക്ക് പറയാം. മലയാളം എന്ന് പറയുന്നത് നമ്മുടെ അമ്മയെ പോലെയാണ്. നമുക്ക് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്തതും നമ്മൾ അത്രയും ഇഷ്ടപ്പെടേണ്ട ഒന്നുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും മലയാളത്തെ സ്നേഹിക്കുകയും മലയാളം പഠിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിർത്താം. ഇനി അടുത്ത ചോദ്യം നോക്കൂ. 1000 മണിയുടെ നാക്കടക്കിടാം ഒറ്റ വായിലെ നാവാർക്കാനും കെട്ടുവാൻ കഴിയുമോ? പെരുന്തച്ഛൻ്റെതാണ്. അസൂയ മൂലം മകനെ കൊന്ന പിതാവ് എന്ന കുറ്റാരോപണത്തിൽ ഹൃദയം തകർന്ന പെരുന്തച്ഛൻ്റെ പ്രതികരണമാണിത്. ഈ വാക്കുകളിൽ തെളിയുന്ന സാമൂഹ്യ വിമർശനം കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. പെരുന്തച്ഛൻ്റെ കഥയിൽ നമുക്കറിയാം, പെരുന്തച്ഛനും നാനിയെ കുറിച്ചിട്ടും അറിയാം അല്ലേ. അപ്പോൾ ആ മകൻ എന്താ പറയുന്നത്, ഇവരെ നോക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയിലാണ് പെരുന്തച്ഛൻ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ചെയ്തിട്ടില്ല, ചെയ്തു എന്നാണ് നാട്ടുകാരും മറ്റുമൊക്കെ വിശ്വസിക്കുന്നത്. അപ്പോൾ 1000 മണിയുടെ നാക്കടക്കിയിട്ടാ മറ്റ വായിലെ നാവാർക്കാനും കെട്ടുവാൻ കഴിയുമോ? എന്താണ്, നമുക്ക് സത്യം ഇല്ലാതാക്കാൻ നമുക്ക് ശ്രമിക്കാൻ, പക്ഷേ എന്താണ് 1000 ആളുകളുടെ നാവ് അകറ്റിയിടാൻ നമുക്കൊരിക്കലും സാധ്യമല്ല. ആളുകൾക്ക് പലതും പറയാം, സത്യമാണോ അല്ലെങ്കിൽ അത് തെറ്റാണോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നൊന്നും മനുഷ്യൻ ഒരിക്കലും ചെയ്യാറില്ല. അവനക്ക് കേട്ട കാര്യങ്ങൾ എന്താണോ അല്ലെങ്കിൽ അവിടെ നിന്നും ഇവിടെ നിന്നും കേട്ട് അതിൽ സത്യമുണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ പറഞ്ഞു നടക്കുന്ന ഒരു പ്രകൃതമാണ് മനുഷ്യനുള്ളത്. ആ ഒരു മനുഷ്യൻ്റെ പ്രകൃതി തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ക്ഷേത്രത്തിൻ്റെ കെങ്കുടി മരത്തിന് മുകളിൽ സ്ഥാപിച്ച ഗരുഡ വിഗ്രഹം കണ്ടാൽ പറന്നു പറ്റിയ ഗരുഡൻ ഇരപ്പിപ്പിക്കാനായി ചിറകുകൾ ചലിപ്പിക്കുന്നതായിട്ട് തോന്നും. ഇത് കണ്ടിട്ട് പെരുന്തച്ഛൻ അസൂയാലുവായി എന്നും ജനം പറഞ്ഞതിന് അദ്ദേഹം നൽകുന്ന മറുപടിയാണിത്. മനുഷ്യരെ പോലെ മണികൾക്കും നാവുണ്ട്. 2 ശബ്ദമുണ്ടാക്കുന്നതാണ്. മണിയുടെ നാക്കിനെ തടഞ്ഞ് ശബ്ദം നിരോധിക്കാം. 1000 മണിയുടെ നാക്ക് വേണമെങ്കിലും നിശബ്ദമാക്കാം. പക്ഷേ മനുഷ്യൻ്റെ നാവിനെ തടയുവാൻ ആർക്കും കഴിയുകയില്ല. അപവാദം പറയുക എന്നത് മനുഷ്യൻ്റെ സഹജവാസനയാണ്. അത് കേൾക്കുന്നവനും പറയാൻ താല്പര്യമുള്ള വാർത്തയാണെങ്കിൽ പിന്നെ പറയാനുമില്ല. നമുക്ക് അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ മനുഷ്യൻ്റെ നാവിനെ 1000 നാവിനെ നമുക്കൊരിക്കലും അടക്കാൻ സാധിക്കില്ല എന്നാണ് ഇതിലൂടെ പെരുന്തച്ഛൻ പറയുന്നത്. ഇനി 14ാമത്തെ ചോദ്യം നോക്കൂ. വെള്ളക്കടലാസിന് മുഷിയുന്നു, പേന കോട്ടുവായിടുന്നു, കഷ്ടം, കവിത വരുന്നില്ല, കളിയച്ചൻ ജനിക്കുന്നു എന്നതിലെ വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അതിലെ ചോദ്യം എന്ന് പറയുന്നത്, ഇത്തരം പ്രയോഗങ്ങൾ പി. കുഞ്ഞിരാമൻ നായരുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയെ അവതരിപ്പിക്കുന്നത് എത്രമാത്രം പര്യാപ്തമാണ്, നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് പി. കുഞ്ഞിരാമൻ നായർ അങ്ങനെ പറയുന്നത് എന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ കുഞ്ഞിരാമൻ നായർ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അല്ലേ. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു അന്നത്തെ അവസ്ഥയിലൂടെ പോകുമ്പോഴാണ് അദ്ദേഹം ഇത്തരം പ്രയോഗങ്ങൾ പറയുന്നത്. വെള്ളക്കടലാസൊക്കെ എടുത്തിരുന്നു, പക്ഷേ എന്താണ്, ആ പേനക്കും ഒന്നും വരുന്നില്ല, അയാൾക്കും ഒന്നും എഴുതാൻ വരുന്നില്ല. അതുകൊണ്ടാണ് കവിതയൊന്നും വരുന്നില്ല. ആ ഒരു മാനസികാവസ്ഥയിലാണ് അദ്ദേഹം ഈ വരി കുറിക്കുന്നത്. ഇനി അടുത്തത് 15 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾ 2 എണ്ണത്തിനാണ് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ
ഒരു വേദം എന്നതിലെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൂമിയുടെ സ്വപ്നം എന്നതിലെ എല്ലാം അമ്മയിൽ നിന്ന് പഠിച്ചു, ജീവിതത്തിൻ്റെ നേർവഴികളിലൂടെ നടന്നു. മുകളിൽ നൽകിയ സന്ദർഭങ്ങളും പാഠഭാഗങ്ങളും വിശകലനം ചെയ്ത് അമ്മ പകരുന്ന ജീവിത പാഠങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രഭാഷണമാണ് നമുക്കറിയാം. പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ പ്രിയപ്പെട്ട ആരാണ് കേൾക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അവരെ അഭിസംബോധന ചെയ്ത് വിളിക്കേണ്ടതുണ്ട്. ഓക്കെ, പ്രിയപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കൂളിൽ നടത്തുന്ന ഒരു പ്രഭാഷണം അങ്ങനെ എഴുതാം. എന്നിട്ട് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അമ്മ പകരുന്ന ജീവിത പാഠങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വിഷയമാണല്ലേ. അമ്മ പകരുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ അത്രയും അമൂല്യമാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മൾ അമ്മയിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നുമാണ്. നമ്മുടെ ഓരോ മൂല്യങ്ങളും ഓരോ വാല്യൂവും നമ്മൾ പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് കുടുംബവും സ്കൂളും ആണ്, സൊസൈറ്റിയുമാണ്. അപ്പോൾ ആ ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് ചെയ്തു തരുന്നതും ഈ പാഠഭാഗത്തിൽ പറയുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് എഴുതാം. ഇനി അടുത്ത ചോദ്യം, നിങ്ങളെല്ലാം ഇന്ന് കാണുന്ന ഈ ജീവിതം സുയോധനൻ അന്നെനിക്ക് ദാനമായി നൽകിയ ജീവിതമാണ്. ബന്ധം കൊണ്ടും ലോഭം കൊണ്ടും ഭയം കൊണ്ടും യാതൊന്നും കൊണ്ടും ഈ മാർഗത്തിൽ നിന്ന് കർണന് ഇനി പിന്മാറ്റമില്ല. ധർമ്മിഷ്ഠനായ യഥേയൻ എന്നതിലെ കാര്യമാണ് പറയുന്നത്. എന്നിട്ട് മുകളിൽ നൽകിയ സൂചനകളും പാഠഭാഗവും വിശകലനം ചെയ്ത് കർണൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കർണനെ കുറിച്ച് എന്തൊക്കെ എഴുതാം? മഹാഭാരതത്തിലെ മഹത്തായ കഥാപാത്രങ്ങളിൽ ഒരാളാണ് കർണൻ എന്ന് പറയുന്നത്. ഏത് പ്രതിസന്ധിയിലും ധൈര്യവും ഇച്ഛാശക്തിയും കൈമുതലായുള്ള വ്യക്തിയാണ് അദ്ദേഹം. തനിക്ക് വാഗ്ദാനം നൽകിയ രാജപദവിയും അധികാരങ്ങളും തള്ളിക്കളഞ്ഞ് ദുര്യോധനോടൊപ്പം നിന്ന കർണൻ പാണ്ഡവർക്ക് ജ്യേഷ്ഠ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. ഈ ലോകം മുഴുവനും കിട്ടിയാലും നന്ദികേട് കാണിക്കില്ല എന്ന് പറയാൻ കർണന് മാത്രമേ കഴിയൂ. നന്ദികേട് ആത്മഹത്യക്ക് തുല്യമെന്ന് വിശ്വസിക്കുന്ന കർണൻ മൂല്യബോധവും ആദർശനിഷ്ഠയും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ആപത്തിൽ തുണയായ സുഹൃത്തായ ദുര്യോധനനെ നടുക്കളിൽ ഉപേക്ഷിക്കുന്നതിലും വലിയ നന്ദികേടില്ല എന്ന ബോധ്യം കർണനുണ്ട്. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ കർണനെ ഒരിക്കലും സ്വാധീനിച്ചിട്ടില്ല. കൃഷ്ണന്റെ വാഗ്ദാനങ്ങളിലെ ആത്മബലവും ഇച്ഛാശക്തിയും കൊണ്ട് മറികടന്ന തികഞ്ഞ ഒരു പോരാളി കൂടിയാണ് കർണൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കർണനെ കുറിച്ച് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആശയം, പ്രയോഗഭംഗി എന്നിവ പരിഗണിച്ച് കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കാനാണ്. മഴയുടെ തില്ലാന എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു കവിതയോ എന്തെങ്കിലും തന്നിട്ട് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ പറയാറുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന കവിത എന്താണോ നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കുക. അതിലെ ആശയം, പ്രയോഗഭംഗി എന്നിവയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടേതായ രീതിയിൽ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, നമ്മൾ വെറുതെ ഇത് നോക്കിയിട്ട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതായിരിക്കില്ല നിങ്ങൾക്ക് തരുന്നത്, വേറെ ഏതെങ്കിലും ഒരു കവിതയായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാ ക്വസ്റ്റ്യൻസും അവരുടെ ആൻസേഴ്സും നമ്മളെല്ലാം പറഞ്ഞു, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ടു കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ഏകദേശം എക്സാമിനെ കുറിച്ചിട്ട് ഐഡിയ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്